രജനീകാന്തിന്റെ പുതിയ സിനിമയുടെ ഒരു അനൗൺസ്മെന്റ് ഒക്കെ കുറച്ച് ദിവസം മുമ്പ് വന്നിരുന്നു. സുന്ദർ സി സംവിധാനം ചെയ്യുന്നു, കമലഹാസൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഗ്രാൻഡ് അനൗൺസ്മെന്റും ഒരു ചെറിയൊരു ഇവന്റ് പോലെയൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് വളരെ അപ്രതീക്ഷിതമായി തന്നെ സുന്ദർ സി ആ സിനിമയിൽ നിന്ന് പിന്മാറുന്നു എന്നും പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടു. ഇനിയിപ്പോൾ ആരാണ് ആ ഒരു സിനിമ ചെയ്യാൻ പോകുന്നത് എന്നൊന്നും തീരുമാനമില്ല. തലൈവർ 173 അങ്ങനെയാണ് അതിന് പേരിട്ടിരുന്നത്. അപ്പം ഞാൻ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സുന്ദർ സിയും രജനീകാന്തും ആദ്യമായിട്ട് ഒന്നിച്ച് ഒരേ ഒരു സിനിമയിൽ അവർ ഒന്നിച്ചിട്ടുള്ളൂ. അരുണാചലം എന്ന് പറയുന്ന 97 റിലീസായ ഒരു സിനിമ. അപ്പോൾ ആ ഒരു സിനിമയെക്കുറിച്ച് കുറേ രസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ചെറുപ്പത്തിലെ സിനിമയിലേക്ക് വന്ന ആളാണ് സുന്ദർ സി. അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയി ഒരു 22-23 വയസ്സുള്ളപ്പോൾ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡയറക്ടറായി. പിന്നെ അദ്ദേഹം കൂടുതലും ചെറിയ സിനിമകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് തമാശയും റൊമാൻസും ഒക്കെ മിക്സ് ആയിട്ടുള്ള കുറേ സിനിമകളാണ്. ജയറാമിനെ വെച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത്തെ അള്ളിത്ത എന്ന് പറയുന്ന ഭയങ്കര ഹിറ്റായിട്ടുള്ള സിനിമയാണ് 96 റിലീസായ. അത് നമുക്കറിയാം, ഇളതളപതി വിജയിനെ വെച്ച് പ്ലാൻ ചെയ്തിരുന്നു. പിന്നെ അവസാനം അത് കാർത്തിക്കാണ് ആ റോള് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്താണ് രജനീകാന്ത് നമ്മുടെ 95 മുത്തു, ഭാഷ ഈ സിനിമയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുത്തു രജനീകാന്ത്. നമുക്ക് അതുവരെ രജനീകാന്ത് എല്ലാ വർഷവും സിനിമ ചെയ്തിരുന്നു. 95 കഴിഞ്ഞിട്ട് 2 വർഷം രജനീകാന്ത് സിനിമയൊന്നും രജനീകാന്തിൻ്റെ തിയേറ്ററിൽ എത്തിയിരുന്നില്ല. അങ്ങനെ പിന്നെ രജനീകാന്താണ് ഈ പറഞ്ഞ പോലെ അരുണാചലത്തിൻ്റെ ഒരു ത്രെഡ്, അത് ശരിക്കും ഒരു ഇംഗ്ലീഷ് സിനിമയുടെ ഒരു ത്രെഡാണ്. അതിൻ്റെ ഒരു ത്രെഡ് സുന്ദർസിയുടെ അടുത്ത് രജനീകാന്താണ് പറയുന്നത്. അന്ന് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കറിയാം, അന്നത്തെ ഒരു കാലം എന്നൊക്കെ പറയുന്നത് ഒരു പ്രൊഡ്യൂസേഴ്സ് രജനീകാന്തിൻ്റെ ഡേറ്റ് വാങ്ങും, രജനീകാന്തിന് വെച്ച് ഒരു പടം പ്ലാൻ ചെയ്യും, എന്നിട്ട് ഡയറക്ടറെ സെലക്ട് ചെയ്യും. അങ്ങനെയാണ് കൂടുതലും അന്നൊക്കെ സംഭവിക്കാറുള്ളത്. അപ്പോൾ രജനീകാന്ത് ഒരു ത്രെഡ് പറഞ്ഞിട്ട് സുന്ദർസിയുടെ അടുത്ത് പറഞ്ഞു ഇതൊന്ന് ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞു. അത് നമുക്കറിയാം ആ ഒരു സിനിമയുടെ കഥ. അതായത് ഒരു 30 ഞാൻ കുറച്ച് മുമ്പാണ് കണ്ടത്, എനിക്ക് തോന്നുന്നു 30 കോടി രൂപ 30 ദിവസത്തിനുള്ളിൽ ചിലവാക്കണം, അതോ 300 കോടിയോ അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഭയങ്കര രസകരമായിട്ടുള്ള വേറൊരു ടൈപ്പ് ഓഫ് കഥയാണത്. അപ്പോൾ രജനീകാന്ത് അതുവരെ ചെയ്ത സിനിമകളുടെ കഥയിൽ നിന്ന് മാറി വേറൊരു തരത്തിലുള്ള ഒരു കഥയാണ്. പക്ഷേ രജനീകാന്തിൻ്റെ മാസ് എലിമെന്റ്സ് എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. അപ്പോൾ സുന്ദർ സി പറഞ്ഞത് ശരിക്കും അന്ന് സുന്ദർ സിക്ക് ഈ സിനിമയുടെ കഥ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ രജനീകാന്ത് സിനിമ, ഒരു കമലഹാസൻ സിനിമ ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ഏതൊരാളുടെയും ഒരു ഡ്രീമാണ്. അതുകൊണ്ട് അതിന് വാക്ക് കൊടുത്തു ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ സുന്ദർ സി അതിന് വേണ്ടി ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന്, അധികം ദിവസങ്ങളൊന്നും എടുത്തില്ല, വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ കിടന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ടൈറ്റിൽ അന്ന് ശരിക്കും ഇല്ലായിരുന്നു. അപ്പോൾ രജനീകാന്ത് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് വീട്ടിലേക്ക് വരണം, ഞാനൊരു ടൈറ്റിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ രജനീകാന്തിൻ്റെ തന്നെ ഒരു സുഹൃത്ത് സുന്ദർ സിനെ വീടിൻ്റെ പുറത്ത് ചേർന്നിട്ട് പറഞ്ഞു ടൈറ്റിൽ കിട്ടി എന്ന് പറഞ്ഞ് അരുണാചലം എന്ന് പറഞ്ഞു. അപ്പോൾ സുന്ദർ സിക്ക് ആ പേര് ഇഷ്ടപ്പെട്ടില്ല. അതെന്ന് പറഞ്ഞ ഒരു പഞ്ചില്ലല്ലോ എന്നുള്ള അദ്ദേഹം മനസ്സിലാലോചിച്ചു. എന്നിട്ട് പറഞ്ഞു രജനി സാറിനോട് ഞാൻ പറഞ്ഞു എന്ന് പറയണ്ട എന്നാണ് ഈ ഫ്രണ്ട് പറഞ്ഞത്. അങ്ങനെ സുന്ദർ സി രജനീകാന്തിൻ്റെ അടുത്തെത്തി. അപ്പോൾ രജനീകാന്തിൻ്റെ അടുത്തെത്തി രജനീകാന്ത് പറഞ്ഞു നല്ലൊരു ടൈറ്റിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സുന്ദർ സി ഓൾറെഡി ടൈറ്റിൽ കേട്ടു, പക്ഷേ അറിയാത്ത പോലെ ചോദിച്ചു എന്താണെന്ന് വെച്ചപ്പോൾ രജനീകാന്തിൻ്റെതായ ഒരു സ്റ്റൈലിൽ അരുണാചലം എന്നൊരു വേറൊരു മോഡുലേഷനിൽ പറഞ്ഞു. അപ്പോൾ സുന്ദർ സിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ സുന്ദർ സി പറയുന്നത് രജനി സാർ പറഞ്ഞപ്പോൾ അതിനൊരു ഇമ്പാക്റ്റ് വന്നു, അതാണ് ആ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. പിന്നെ എല്ലാം വളരെ ഫാസ്റ്റായി ഷൂട്ടെല്ലാം തുടങ്ങി. പിന്നെ അതിനൊരു ഇൻട്രോ സോങ്. അപ്പോൾ ആ ഒരു ഇൻട്രോ സോങ്ങിൽ രജനീകാന്ത് ചെറിയൊരു ഡാൻസും, അപ്പോൾ രജനീകാന്തിന് അതുവരെയുള്ള സിനിമകൾക്കൊക്കെ ഇൻട്രോ സോങ് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്കറിയാം അണ്ണാമലൈ എന്ന് പറയുന്നതിൽ പാൽക്കാരനായിട്ടായിരുന്നു, പിന്നീട് ഭാഷയിൽ ഓട്ടോ ഡ്രൈവറായിട്ടായിരുന്നു, മുത്തൂല് എല്ലാത്തിനും ഓരോ ഇൻട്രോ സോങ് ഉണ്ട്. അപ്പോൾ ഇതിൽ എന്ത് തരം ഒരു ഇൻട്രോ സോങ് കൊടുക്കണം എന്ന രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ രജനീകാന്തിന് പിന്നെ ഡാൻസ് ചെയ്യാനൊക്കെ കുറച്ചൊരു മടിയുള്ള കൂട്ടത്തിലാണ് എന്നൊക്കെയാണ് സുന്ദർ സി പറഞ്ഞത്. പക്ഷേ രജനീകാന്തിനെ കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് ഇതിൽ രജനി ഫാൻസിന് വേണ്ടതും അതൊരു സിനിമ കാണാൻ വരുന്ന ഒരു ഓഡിയൻസിനും, പിന്നെ അപ്പുറത്ത് കുറച്ച് പൊളിറ്റിക്സും, രജനീകാന്ത് ആ ഒരു സമയത്ത് കുറച്ച് പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെ ഇടപെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അത് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് രജനീകാന്ത് പൊളിറ്റിക്സിലേക്ക് വരും എന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് ആ ഒരു സോങ് ഒക്കെ കമ്പോസ് ചെയ്തത്. നമുക്കറിയാം ഇതാണ്ട അരുണാചലം എന്ന് പറയുന്ന ആ ഒരു സോങ്. പിന്നെ ഇതിൽ ജയറാമിനെയൊക്കെ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷേ ജയറാമിൻ്റെ ഡേറ്റ് ഒന്നും കിട്ടിയില്ല. അങ്ങനെ പിന്നെ മറ്റൊരു നടനാണ് ആ ഒരു വേഷമൊക്കെ ചെയ്തത്. അങ്ങനെ ഒരു എന്താ പറയുക, വളരെ ഫാസ്റ്റായിട്ട് ചെയ്ത ഒരു സിനിമ തന്നെയായിരുന്നു അരുണാചലം. ഒരു 97 ഏപ്രിലാണ് തിയേറ്ററിൽ റിലീസായത്. രജനീകാന്തിൻ്റെ ഒരു ഹിറ്റ് പെയർ എന്ന് പറയുന്നത് നായിക മീനയായിരുന്നു. അതിന് മുമ്പും കുറേ സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. മുത്തു പോലത്തെ ബ്ലോക്ക് ബസ്റ്റർ സിനിമകളിലൊക്കെ നായികയായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമയിലും അരുണാചലത്തിലും മീനനെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ മീനയുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ ക്ലാഷ് ആയതുകൊണ്ട് മീനയ്ക്ക് അഭിനയിക്കാൻ പറ്റിയില്ല. പകരം സൗന്ദര്യ ആ റോള് വന്നു. രംഭയും നല്ലൊരു വേഷം ആ ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ട്. സുന്ദർ സിയുടെ മുമ്പത്തെ സിനിമയിലൊക്കെ നായികയായിരുന്നു രംഭ. പിന്നെ അന്ന് രജനീകാന്തിൻ്റെ സിനിമ ഈ അരുണാചലത്തിന് പകരം ഇടാൻ വെച്ചിരുന്ന ഒരു പേരായിരുന്നു കുബേരൻ. പക്ഷെ ആ ഒരു പേരിനെക്കാട്ടും പഞ്ച്
ഈ പറഞ്ഞ പോലെ അരുണാചലത്തിലായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ അരുണാചലം എന്ന പേര് തന്നെ അതിന് എന്താ പറയുക തീരുമാനിച്ചത്. പിന്നെ ഈ ഒരു സിനിമയുടെ ഷൂട്ടും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ സിനിമ റിലീസാകുമ്പോൾ സുന്ദർ സിക്ക് വെറും 27 വയസ്സേ പ്രായമുള്ളൂ. അന്ന് എനിക്ക് തോന്നുന്നു അത്ര ഒരു യങ് ആയിട്ടുള്ള ഡയറക്ടറൊന്നും ആ ഒരു സമയത്ത് ഒരു സൂപ്പർ സ്റ്റാർ പടമൊന്നും ചെയ്തിട്ടില്ല. അതിന് മുമ്പ് 70s ഉണ്ട് ഒരുപാട് പേര്. ഭാരതരാജയൊക്കെ വളരെ ചെറുപ്പത്തിലെ സിനിമയൊക്കെ ചെയ്ത ആളാണ്. അപ്പോൾ ഈ ഒരു സിനിമ റിലീസാകുമ്പോൾ സുന്ദർ സി പറഞ്ഞത്, ഇത് റിലീസ് ചെയ്യുന്ന ദിവസം ഞാൻ വേറൊരു സിനിമ, ഞങ്ങളുടെ ശരത് കുമാറിൻ്റെ ഒരു സിനിമ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇത് റിലീസ് ചെയ്യുമ്പോൾ ഇത് തിയേറ്ററിൽ ഫാമിലിക്ക്, സുന്ദർ സിയുടെ കുടുംബത്തിനൊക്കെ ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണണം, സുന്ദർ സി വരണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ബസ്സൊക്കെ പിടിച്ചിട്ട് വേറെ ഏതൊരു ഉൾപ്രദേശത്ത് നിന്നൊക്കെയാണ് കോയമ്പത്തൂർ പോയിട്ട് ആ സിനിമയെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു സിനിമ കഴിഞ്ഞു, ഞാൻ അടുത്ത സിനിമയിലേക്ക് കടന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെതായ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കുറേ കഴിഞ്ഞിട്ടൊക്കെയാണ് നടനായതൊക്കെ. തലൈനഗരം എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് നടനൊക്കെ ചെയ്തത്. എന്തായാലും അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അദ്ദേഹം വീണ്ടും ഒന്നിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എന്തായാലും അദ്ദേഹം വന്ന് പിന്മാറി. അതിന് വ്യക്തമായിട്ടുള്ളൊരു കാരണങ്ങൾ പറഞ്ഞിട്ടില്ല. പല കാരണങ്ങൾ കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ കുറേ ട്രോളുകൾ വരുന്നുണ്ട്. അപ്പോൾ രജനീകാന്തും അദ്ദേഹം ഒന്നിക്കുമ്പോൾ വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ ഒരു ഫാൻസിൻ്റെ ഭാഗത്തുനിന്നോ അല്ലാതെ സൈബർ അറ്റാക്കൊക്കെ വന്നുകൊണ്ട് അദ്ദേഹം അത് ഡ്രോപ്പ് ചെയ്തതാണെന്ന് കേൾക്കുന്നുണ്ട്. നമുക്ക് കാരണങ്ങൾ അറിയില്ല. എന്തായാലും അത് ശരിക്കും പറഞ്ഞാൽ രജനീകാന്തിനെ ഒരു വളരെ സാധാരണക്കാരനായിട്ട് കാണാൻ പറ്റുമായിരുന്ന ഒരു സിനിമയായിരുന്നു അത്. ഇനിയിപ്പോൾ പകരം ആര് എന്നുള്ളത് അറിയില്ല. കാർത്തിക് സുബ്രാജിൻ്റെ പേര് കേൾക്കുന്നുണ്ട്, വെങ്കട് ബാബുവിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. എന്തായാലും ഒഫീഷ്യൽ കൺഫർമേഷൻ വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അരുണാചലം എന്ന് പറഞ്ഞ സിനിമ എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് അറിയിക്കുക.